നാഹരെ കള്ളടിയൊക്കെ നിർത്തിയ ആള് ഉഷാറായല്ലോ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നല്ലോ അല്ലേ MT? പിന്നെ എന്നാ പിന്നെ ഗന്ധർവന്റെ റോളും കൂടെ സുധാരട്ടൻ ചെയ്യട്ടെ അല്ലേ വാലമ്മ? നല്ല താല്പര്യമുണ്ട്. എങ്ങനെയുണ്ട് എന്റെ സർജിക്കൽ സ്ട്രൈക്ക്? ഒരൊറ്റ ഇടിയെ വേണ്ടി വന്നിട്ടുള്ളൂ. നാഹര അടി തന്നു. ഇടിയ സെൻട്രൽ ഗവൺമെന്റിന്റെ ED അല്ല, ET, MTയുടെ ഇടി. என்ன இடி? எப்படி இடி? எவ்வளோ இடி? സർജിക്കൽ സ്ട്രൈക്ക്. അത് സീക്രട്ടാ. എപ്പോഴാണ് നമ്മൾ ഗന്ധർവന്റെ സീൻ എടുക്കുന്നത്? എനിക്ക് കലേനെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ല. എന്നാലും ഇതെന്ത് ഗന്ധർവനാണ് സുരേഷ? അല്ല, താടിയുള്ള ഗന്ധർവനുണ്ട് സുരേഷ, ഞാൻ കണ്ടിട്ടുണ്ട്. ട്രസ്റ്റ് മീ. ഇതാ ഞാൻ വന്ന ഉടൻ തന്നെ ഈ സാധുവായ യുവതി മൂർച്ഛിതയായിരിക്കുന്നു. ഒന്ന് വിളിച്ചാലോ? അല്ലയോ പത്മാവതി, അല്ലയോ സുമുഖി, ഉണർന്നാലും. ഇന്നത്തെ ഭാവം അസാധാരണമായിരിക്കുന്നല്ലോ. ഇതിന് കാരണം എന്ത്? ഭർത്താവാകുന്ന ആൾ ഇവിടെ വന്ന് ഇവളോടുകൂടി ശയിക്കുകയും അനന്തരം എന്റെ ശക്തിവിശേഷത്താൽ മരിക്കുകയും ചെയ്യുകയായിരുന്നു പതിവ്. ഇത് പുരുഷവേഷധാരിണിയായ ഒരു സ്ത്രീ തന്നെയാണല്ലോ. എന്തൊരാശ്ചര്യം! ഞാനീ കാണുന്നത് ആരെയാണ്? താങ്കൾ ആരാണ്? ഞാൻ ഒരു ഗന്ധർവനാണ്. താടിയുള്ള ഗന്ധർവൻ. ആരായാലെന്ത്? അനീതി ചെയ്യുന്നവരാരായാലും അധമനും അധികാർഹണ്യനുമാണെന്നതിൽ സംശയമുണ്ടോ? ഇതെന്ത് വർത്തമാനമാണ്? ഒരുവൻ നീതി എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്ന ഒരു കാര്യം മറ്റൊരുവൻ അനീതി എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്നു. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കൃത്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടും. MT പറഞ്ഞോ, ഒന്നുകൂടെ പറഞ്ഞോക്കെ. ശരി. ഒരിടത്ത് സദാചാരമായി സ്വീകരിക്കപ്പെടുന്ന ഒരു കാര്യം മറ്റൊരിടത്ത് ദുരാചാരമായി ത്യജിക്കപ്പെടുന്നു. ഇതെല്ലാം കമ്പാരിറ്റീവുമാണ്. തീ കത്തണ്ടാണെന്നെ തീ കത്തിച്ചാലേ ഇല്ല പണി പോകണ്ടോ? അതെ, സത്യം. ഏകദേശം ഒന്ന് ശരിയായിട്ട് വന്നതല്ലേ, അന്നേരത്തിൽ ഈ ചങ്ങായി ചൊറയാക്കുന്നു. ഇവിടെ ജനകോടികൾ ചാത്തുന്നു നിങ്ങളിൽ, ഇവിടെ ജനകോടികൾ ചാത്തുന്നു. ഒന്ന് കഴിയുമ്പോ വേറൊരു ചൊറയാ. ഇതൊരടിക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ. അച്ഛൻ്റെ കുടീനെക്കാട്ടിൽ സുരേഷേട്ടൻ്റെ അടീനെ വിശ്വസിച്ചു പോയി. നീയല്ലേ പറഞ്ഞു ഒരടി അടിച്ചാൽ മതിയെന്ന്. ഒരടിക്ക് ഇത്രയും ബാക്ക് ഉണ്ടാവുമല്ലോ. എനിക്കൊരവസരം കൊടുത്താറില്ല, അല്ലെങ്കിൽ നാടകം മുടങ്ങും. ഒരു കാര്യമില്ല, അയാൾ കൂടി നിർത്തൂല. അച്ഛൻ അടി നിർത്തുന്നവരെ സുരേഷേട്ടൻ അടിച്ചോണ്ടിരിക്കും. ബലികുടീരങ്ങളെ സ്മരണകളിരമ്പുന്ന രണസ്മാരകങ്ങളെ
അപ്പൂപ്പ അപ്പൂപ്പ ജംഗിൾ ജംഗിൾ ബെൽ അങ്കിൾ സാന്റ ക്ലോസ്. Jingle, jingle bells, Uncle Santa Claus, come, 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 in a horse and day. Hey, jingle, jingle bells, intermission hour. സുരേഷ, രാജുവിനാന്ന് മാസ്ക് ഒരുക്കോ? നാഹര് പോയി. എന്താ ശരിക്കുണ്ടായത്? കണ്ണടച്ച അപ്പൂപ്പന്മാരാന്ന്. അപ്പ വേറെ വരും, പിന്നെ മരണഭയോ. അതിനല്ലേ നാഹരെ മുരളി. ശനി ബാധിച്ചിട്ടുണ്ടല്ലോപ്പാ. എന്താ ശനിയുടെ പേര്? നാഹർക്കല്ല ശത്രു, കാമപാലനാ. കാമപാലന്റെ ശനി നാഹരിലേക്ക് ആവാഹിച്ചിട്ടായില്ലേ. രണ്ടുപേരുടെ നക്ഷത്ര രോഹിണിയാന്ന്. കാമപാലന് രോഹിണിയാന്ന്? ആ, അതല്ലേ പ്രശ്നം. നാടകല്ലേ പ്രശ്നം. നാടകം മുടങ്ങാതെ ഒരു പരിഹാരം. നാടകം മുടങ്ങാൻ പാടില്ല നാഹരെ. നാടകം മുടങ്ങിയ കാമപാല പിന്നെ പോവുകയില്ല. നിങ്ങളെ പനിയെ മാറൂല. നാടകം കഴിഞ്ഞപാട് കാമപാലരെ നമുക്ക് കൊല്ലാം. ഒരു പുഷ്പാഞ്ജലി, ഒരു നരബലി. അപ്പൂപ്പനല്ലേ? ആ, ചരമോളം നോക്ക്. ഇതിപ്പോ മൊത്തം അപ്പൂപ്പന്മാരുടെ കേസ് നിങ്ങളുടെ മേളിൽ വരുമല്ലോ നാഹർ സാബ്. നമുക്ക് പോലീസ് കീഴടങ്ങിയല്ല. ക്യാ ജറൂറത്ത്? ആവശ്യമുണ്ടെങ്കിൽ പോലീസുകാർ ഇങ്ങോട്ട് വരട്ടെ. അല്ല, ഇനി മദ്യപിച്ചാത്തോ പോലീസ്ക്കോ ബുലായിക്കേണ്ടി വരും എന്ന് പറഞ്ഞതേ ഉള്ളൂ. 3-4 ദിവസം കുടിക്കേണ്ടി വരും പറഞ്ഞു വൈദ്യര്. കള്ളല്ല, അരിഷ്ടം. സാംസണോട് വീട്ടിൽ പോകാനും പറഞ്ഞു. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? നിന്റെ അമ്മ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിട്ട് വൈദ്യരപ്പുരം പോകും മംഗലാപുരത്തേക്ക്. എന്നിട്ട് വീടും പറമ്പ് വൈദ്യർക്ക് എഴുതി കൊടുക്കും. അപ്പൊ ഈ ബേട്ട 11 12 12 इडली हो गया. परदेशी आप घर जाओ. ഒന്ന് ജാവൂ. माँ, आपका बेटा आ रहा हूँ माँ. अच्छा, ഒന്ന് വാതില് തുറക്ക് താമ്പാനേട്ടാ. अच्छा. ഏട്ടാ MT എന്ന് വിളിച്ചു നോക്ക്, ചിലപ്പോ തുറക്കും. എന്റെ പട്ടി വിളിക്കും. ഒന്ന് ചവിട്ടി തുറക്ക് മക്കളെ. 4000 ഉറുപ്പിക കൊടുത്ത് കഴിഞ്ഞ മാസം ശരിയാക്കി വാങ്ങാതിലാവും. ഒരു 4000 രൂപയുടെ വില പോലും ഇല്ലടാ നിനക്കെന്നാ. എന്റെ ഈശ്വരാ, ഞാൻ ഇനി ചാവുന്നതിന് മുമ്പ് എന്റെ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണണം. എന്ത് കോപ്രായ നിങ്ങൾ കാണിക്കുന്നത്? എന്റെ പുറയിൽ ഞാൻ റെസ്റ്റ് എടുക്കുന്നതിന് എനിക്കെത്ര പ്രശ്നം? അവിടെ കിടക്ക്. ആ സുമലതനെ പ്രേമിക്കാൻ വേണ്ടി ഈ നാടകം കളി. ആ തീട്ടം നിന്ന് നാഹർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും എന്റെ സൂക്കേട് മാറൂ. എന്റെ നാഹരായിട്ട് ആ സുരേഷൻ നിങ്ങളെയും കൂടി നാടകം കളിക്കുന്നത് എന്തിനാണ് നിങ്ങളുടെ വിചാരം? നിങ്ങളുടെ മോളെ എളുപ്പത്തിൽ പ്രേമിക്കാനാണ്. എൻ്റെ മോളെ എളുപ്പത്തില കുറച്ച് പൊളിക്കും. ആ ചെക്കൻ എന്ത് നല്ല കലാകാരനാണ്. നിനക്കതിന് പറയാൻ തോന്നുന്നു. കൊല. സൗഖ്യം സൗഖ്യം.
ഈ സോഡക്കാരനും കൂടെ ചേർന്നിട്ടുള്ള പരിപാടിയാണ്. ഈറ്റുകളിൽ ഏതാ ജാതികളെന്ന് അറിയാലോ. അവസാനം നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ മാത്രമേ ഉണ്ടാവില്ലേ, പറഞ്ഞിട്ടാ വേണ്ട. എൻ്റെ മോളുടെ കാര്യം നോക്കാൻ എനിക്ക് അറിയില്ല പ്രിയേഷേ. നീയും പണ്ട് ബുക്കിനകത്ത് വെച്ച് അവക്കൊരു കത്ത് കൊടുത്തില്ലേ? അത് ഞാൻ എനിക്കെഴുതിയ കത്തല്ലേ, അറിയാണ്ട് ഓളെ ബുക്കിൽ വെച്ച് പോയി. ഓളെ പേരുണ്ടായിന് അതില്. അതെ, അവൻ പറയുന്നതിലും കാര്യമുണ്ട്. ഇന്നലെ ഇവിടെ ആരോ പ്രസംഗിക്കുന്നതായിട്ട് സിനിമാക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നത് കഞ്ചാവ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ നാടകക്കാർ ഇങ്ങോട്ട് വന്നത് ലവ് അടിക്കാനായിരിക്കും.